എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേട്ടത്തേ എന്നാ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവര് കിഴക്കമ്പലെ ഉണക്കമീനൊക്കെ തന്ന് കിടക്കുമല്ലയോ, പുളിയിട്ട് വെച്ചാട്ടെ. ചെറുക്കൻ എന്തേ? ആ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നറിയാമല്ലോ, കേട്ടാണല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാ. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? അയ്യേ, ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല, കുഞ്ഞച്ചൻ ഇതിലൊന്നും കയറി ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. കുഞ്ഞച്ചനൊന്ന് പോയേ. ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയല്ലേ ചേട്ടത്തി? ഞാനും മോളിക്കുട്ടിയും നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ. അല്ല, ഇരിപ്പോശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ എന്നതാ ഇരിപ്പോശം? അല്ല, ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശം എന്ന് പറയുമ്പോ ഒരു നിന്നെ ഒരു മിറ്റവും അല്ല ചേട്ടത്തി. അല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? അല്ല ദേ, ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 36 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. എന്നെയാണോ? ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി, ശരിയാകുകയല്ല. ആ കിഴക്കമ്മലയെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ? എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കണ്ടോ 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 ആ പെണ്ണ് പോയ പോക്ക് കണ്ടോ? പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ? അല്ല, ഈ അത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ? ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ കുട്ടിയപ്പാ, മീനൊക്കെ വറുത്ത് ഉണ്ടേച്ച് പോയാ മതി. അവിടെ ആ കിഴക്കമ്മലയിൽ ഉണക്കപ്പരമാക്കി തിന്ന് വയറ് ഉണ്ടായിരിക്കുമായിരിക്കും അല്ലയോ? നല്ല ഒന്നാമതരം പുഴ മീന തട്ടേച്ച് പോയാ മതി. കുട്ടിയപ്പനെ പോ, അപ്പൊ കാണാം. ചെറുത് ഞാനപ്പം മുറി കാണും കേട്ടോ. കുഞ്ഞച്ചൻ അങ്ങനെയാ. അവന് ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അല്ല, കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാ. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം. ആ ഏതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചു പിരിയാനോ? നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാടാ നാണം കെട്ടവനെ. അല്ല, അങ്ങനെ പിണങ്ങി പോവാണോ? ഏലിയമ്മേ, അവൻ വാടകക്കാരൻ, പോക്രി. നമ്മളിവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം. ഉടക്കി പോവല്ല. വാടാ വാ. അന്ന് പോയിട്ട് വരട്ടെ ഫാദറിലോ മദറിലോ. കുഞ്ഞച്ചൻ ചേട്ടാ, ചേട്ടന് എന്നെ മനസ്സിലായോ? എന്നെ തല്ലിയവരെയും ഞാൻ തല്ലിയവരെയും ഞാൻ മറക്കത്തില്ല. എന്താ പ്രശ്നം? അഡ്മിഷന്റെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം ക്ലോസാ. ഞാൻ മാനസികമായി അങ്ങേറ്റം തകർന്നിരിക്കുകയാണ്. ആണല്ലോ. ഉത്സവ പറമ്പി വെച്ച് പെണ്ണെ കയറി പിടിക്കുക, നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ലുക. മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടപാടാ. സത്യത്തിൽ ഞാനെന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു. ചേട്ടനും മോളിക്കുട്ടിയെ നോട്ടമിടുന്നത് കണ്ടു. പെരുന്നാൾ ആളിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ. പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം, എന്റെ അമ്മ സാക്ഷിയായി പറയാം, ഞാൻ രക്ഷിക്കാൻ ഓടി വന്നതാ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ച് എന്നെ. അയ്യോടാ, അമ്മയല്ല താൻ അമ്മുമ്മയെ കൊണ്ടാണായിട്ട് പറഞ്ഞാലും ശരി, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ. ഉത്സവപ്പറമ്പിലും ആറാട്ടിനും പെരുന്നാളിനും ദീപാരാധന തൊഴുന്നിടത്തും പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ടും ഒക്കെ എനിക്ക് നല്ല ശീലവാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ചേട്ടാ, മിണ്ടിപ്പോരുത്. ആ പെണ്ണെ താനങ്ങ് മറന്നുകളാ. അവക്കിപ്പോ വേറെ ചില കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. തന്നെയല്ല, അവക്കിപ്പോ തന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിലെങ്ങനെ കണ്ടാ നിന്റെ കൈയും കാര്യം ഞാൻ തല്ലി ഓടിച്ചു കളയും. ചേട്ടാ, ഒരു പെണ്ണിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്കും തരത്തൊരു സൂക്കേട്. അവക്ക് തന്നെ ഇഷ്ടമല്ല പോരെ? എടോ, തന്റെ അപ്പന് നല്ല കാശും സൗകര്യവും ഒക്കെ ഉള്ള ആളല്ലേ. വേറെ ഏതെങ്കിലും പെണ്ണെ തപ്പി പിടിക്ക്. ഇത് വിട്. അമ്മയെ മനക്കെടുത്താൻ നടക്കും. ചേടാ, എന്തൊരു ഏടാകൂടമാണെന്ന് നോക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവിയുമായ ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറി വന്നതാ. അവളെ എങ്ങനെയാ ഒന്ന് വളച്ചെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടലി. എന്റെ ആങ്ങളമാർ എന്തുമാത്രം ആറ്റുമായിട്ടിരുന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? നീ ഇത് എന്നെ ഭാവിച്ചുണ്ടാ എന്റെ കുഞ്ഞച്ചാ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കൂ? നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനുമൊക്കെ മേടിച്ചാണ്ട് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും
എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എണ്ണയും തേച്ച് പരിഷ്കാരിയാണെന്നും പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ഞാൻ ചേരുവോ? കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും. എന്നാലും നിങ്ങൾ ആ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റോ ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞെന്നോ? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ കണ്ടിട്ടുള്ളേ ചേട്ടത്തി. എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണി പോലത്തെ ആമ്പിള്ളേരെ കിട്ടും. ഓ, എവിടെ കിട്ടാനാ? ഇവിടെ തന്നെ. എവിടെ തന്നെ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞാ നമ്മുടെ ഇവിടെ തന്നെ കാണാൻ കൊള്ളാവുന്നതും അല്പത്തൊട്ടും സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊലം ഒന്നും കാണുകയില്ല. ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലവരാ. പിന്നെ പണ്ട് ചീത്തയായിരുന്നിട്ട് പിന്നെ നല്ലവരായ, അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്. എടാ മതി മതി. എടാ ഉപ്പ് കണ്ടം കോര കഴിവരണമോനെ, ഇറങ്ങി വാടാ. വേണ്ട പ്രിൻസിപ്പലെ, വേണ്ട. വിടാ. പ്രിൻസിപ്പാള്? ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുഞ്ഞിനാടാ കേടി. പ്രിൻസിപ്പാള് അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിൽ ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവണ മോനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോര കഴിവണ മോനെ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ? ചത്തോടാ. ഇറക്കി വിടാ അവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പ് കണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ തല്ലുന്നേ. ഇതിന്റെ പൂഴിക്കിടങ്ങനടിയോ? നീ തച്ചോളി എന്റെ പല കഴിവടാ മോനെ. ഇറങ്ങി വരികയല്ലടാ, ഇറങ്ങി വരികയല്ല. എനിക്കറിയാം നീയൊക്കെ 8ഉം 10ഉം പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താടാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആരാണ് ഇറങ്ങി വാടാ. ഓരോ കഴിവേറി. എടി ഏലിയമ്മേ, നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി. കള്ള കഴിവള മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോടില്ല. എടി ഏലിയമ്മേ, നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളണ പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാ, നീയും എന്റെ കൈ കിടന്ന് പിടയ്ക്കൂടി. എടാ ഊറിയ പുള്ളിയോളെ മീക്കായേ, നീ ചെവിയെ നുള്ളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചാളാ പറയുന്നേ. എടീ മോളെ, മോളിക്കുട്ടി, നീ നിന്റെ തന്തയ്ക്കും അമ്മാച്ചന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ, കോട്ടയം എവിടെ കിടക്കുന്നു? ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു? കുഞ്ഞത്തിനോടാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പിടിച്ച. പ്രിൻസിപ്പളെ, ഉപ്പ് കണ്ടോ? അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പുതിയ വല്ല പ്രശ്നവും ഒന്നുമില്ലല്ലോ. നമ്മളെല്ലാം സോൾവ് ചെയ്തല്ലോ. ഈ ഒരു പരുവത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അടിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇനിയും നമ്മൾ തമ്മിൽ തല്ലി വേറൊരുത്തൻ മുതലെടുക്കാനാണ് വരരുത്. അല്ല ഈ പ്രശ്നം എന്തുവാ? ഒരാലോചനയും കൊണ്ട് വന്നതാ. ആ, കല്യാണാലോചന. ഞങ്ങൾക്ക് ആയുള്ളൊരു പുന്നാര പെങ്ങടെ പുന്നാര മോളാ. ആ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം. പെണ്ണിപ്പോ പറയുന്നത് അവക്ക് ഇഷ്ടമാണെന്നാ. കുഞ്ഞച്ചൻ ചേട്ടന് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ ഈ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ വെച്ചാവാം. കാര്യം നമ്മളൊക്കെ ചട്ടമ്പികളാണെങ്കിലും നമ്മുടെ പെങ്ങന്മാരെയും മക്കളെയും ചട്ടമ്പികളെ കൊണ്ട് കെട്ടിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിന്റെ കാര്യം എന്നാ? എന്നതാ കാര്യം? ആ, അങ്ങനെ ചോദിക്കൂ കുഞ്ഞച്ചാ. കോരച്ചായം പോയില്ലേ? പ്രായം കൊണ്ടൊക്കെയില്ലെങ്കിലും ഏതാണ്ട് കയ്യിലിരിപ്പ് കൊണ്ടും പ്രവൃത്തി ഗുണം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും കുഞ്ഞച്ചൻ കോരച്ചായനെ കട്ട നിൽക്കും. അപ്പൊ പിന്നെ കുഞ്ഞച്ചനും കൂടി ഇങ്ങോട്ട് ചേർന്നാൽ പഴയ പോലെ 5 പേരുടെ ഒരു കോറം. അത് കൊള്ളാം, അത് കൊള്ളാം. ആ, അത് ഞാൻ സമ്മതിക്കില്ല.